ലാലേട്ടനോട് എന്തെങ്കിലും നുണ പറഞ്ഞിട്ടുണ്ട്, അത് മിക്കവാറും വല്ല ഡേറ്റുമായി സംബന്ധിച്ചുള്ള നുണകളാണ്. ശക്തിമാനിൽ രൺവീർ സിംഗ് ആണെന്ന് ഉറപ്പിച്ചോ? താൻ ആരാടൊന്ന് എന്നോട് ചോദിക്കാൻ ഞാൻ എന്ന് പറയുന്ന ഒരു സാധനം, അത് പപ്പുച്ചേട്ടൻ അങ്ങനെ ചെയ്യുമ്പോൾ ഓഡിയൻസ് ചിരിക്കുന്നത് ലാലേട്ടൻ്റെ റിയാക്ഷൻ കണ്ടിട്ടാ. ഭയങ്കര പേടിപ്പിക്കുന്ന ഒരു സീനാണ്. ഞാൻ ഫോൺ വെച്ചു, ഞാൻ നോക്കിയപ്പോൾ എനിക്ക് ഒന്നും സംഭവിക്കണില്ല. അപ്പം ഞാൻ ഇത് സൗണ്ട് വീണ്ടും മ്യൂട്ട് മാറ്റി. ഒരു 10-15 സെക്കൻഡിന് ഞാൻ പേടിയായിരുന്നു. ലാസ്റ്റ് ചാൻസ് ധ്യാൻ ശ്രീനിവാസനായിട്ട് നടന്നിട്ടുണ്ടോ? എനിക്ക് തിരയുടെ സമയത്തൊക്കെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരാളാണ്. എനിക്ക് അവനെ ഭയങ്കര കാര്യമാണ്. അവന് തിരിച്ചു അത് ഒരു ഹീറോ എന്ന് പറയുമ്പോൾ അവൻ അതിൻ്റെതായ പ്രിവിലേജുകളുള്ള ഒരാളാണ്. അപ്പോൾ അവൻ ആ പ്രിവിലേജിൻ്റെ അകത്ത് നിന്നിട്ട് നമ്മൾ അതിൻ്റെ അകത്ത് എങ്ങനെ കൂടെ കൊണ്ടുപോകാന്നുള്ള രീതിയിൽ അവൻ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ബേസിൽ ഈ പടത്തിൽ ഓക്കെ പറയാൻ ചെക്കിൽ എത്ര പൂജ എഴുതണം? നുണക്കുഴി ടീമാണ് ഇന്നത്തെ സ്റ്റാർ ജാമിലിരിക്കുന്നത്. ഡയറക്ടർ ജിത്തു ജോസഫ്, ആക്ടർ ഡയറക്ടർ ബേസിൽ ജോസഫ്. ബേസിലിൻ്റെ ഇൻസ്റ്റാ ടൈറ്റിൽ നോക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ ബേസിൽ മിന്നൽ ജോസഫ്. അത് വെച്ച് ഞാൻ ജിത്തു ചേട്ടന് പറയുകയാണെന്നുണ്ടെങ്കിൽ ജിത്തു ത്രില്ലർ ജോസഫ് എന്ന് പറയേണ്ടി വരും. വെൽക്കം ടു സ്റ്റാർ ജാം. with RJ Rafi. നമുക്കൊരു നുണ പറഞ്ഞു തുടങ്ങിയല്ലോ. ബേസിലിനെ പറ്റി ജിത്തു ചേട്ടനൊരു നുണ അറിയണം, ജിത്തു ചേട്ടനെ പറ്റി ബേസിലൊരു നുണ അറിയണം. ബേസിൽ ഭയങ്കര കള്ളനാ. സേഫ് സേഫ് എന്നാ ബേസിൽ പറ. കോമഡി പടം എടുക്കാനേ അറിഞ്ഞൂടാ, നുണ പറയാൻ പറഞ്ഞോണ്ട്. ഓക്കെ, ധാരണ നമുക്കില്ലായിരുന്നല്ലോ. മൈ ബോസ് ഒക്കെ കണ്ടിട്ടുണ്ടല്ലോ. അതെ, ഇതൊരു ത്രില്ലർ പടമാണെന്ന് പ്രതീക്ഷിച്ചാണ് ബേസിൽ ആദ്യം ഇനിഷ്യലി ഇരുന്നതെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെയായിരുന്നോ? ജിത്തു ചേട്ടൻ എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ ഒരു കഥ പറയുമെന്ന് പറഞ്ഞു. അപ്പോൾ കഥ പറയാൻ വരുന്ന ആള് കൃഷ്ണകുമാർ എന്ന് പറഞ്ഞ മറ്റേ 12th മാനൊക്കെ എഴുതിയ റൈറ്റർ. അപ്പോൾ പിന്നെ എന്തായാലും ത്രില്ലർ ആയിരിക്കും. ഞാൻ ഒരു കോമഡി സിനിമയാണെന്ന് എക്സ്പെക്ട് ചെയ്യുന്നേ ഇല്ല. അപ്പോൾ ത്രില്ലർ ഓക്കെ, അപ്പോൾ മോഹൻലാലിനെ വിട്ടോ എന്നുള്ളതായിരുന്നു. ഇപ്പം എന്താണ് പുതിയ ത്രില്ലർ എന്നൊക്കെ വിചാരിച്ച് ഞാനങ്ങനെ ഇരിക്കുമ്പോഴാണ് കോമഡി എന്നുള്ള ഹ്യൂമറസ് കോമഡി ലീഡ് ക്യാരക്ടേഴ്സ് മലയാളത്തിൽ വരികയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ചോയ്സ് ഇപ്പോൾ ബേസിലാണെന്ന് പറയുന്നു എല്ലാവരും. ജിത്തു ചേട്ടൻ അങ്ങനെയായിരുന്നോ? ഇത് ബേസിലല്ലാതെ മലയാളത്തിൽ ആരും വേറെ ആരും ചെയ്താൽ ശരിയാവത്തില്ല. ഒത്തിരി കാര്യങ്ങളുണ്ട് അതിനകത്ത്. അപ്പം ഒരു ഭയങ്കര ക്യൂട്ടായിട്ടുള്ള ഒരു മച്യൂരിറ്റി ഇല്ലാത്ത, ഈ കല്യാണം കഴിച്ചിട്ട് അധികം നാളായില്ല, വലിയ കോടികളുടെ ബിസിനസ് സാമ്രാജ്യം കയറി ഏറ്റെടുക്കേണ്ടി വരുന്നു, പുള്ളിക്ക് ഇപ്പോഴും ആ കുട്ടികളി മാറിയിട്ടില്ല എന്നൊക്കെ പറയുന്നതാണ് ആ ക്യാരക്ടറിന്റെ പ്രത്യേകതകൾ. ബിസിനസ് സാമ്രാജ്യത്തിൽ മാത്രം മാറ്റമുണ്ട് അല്ലേ? പക്ഷെ ബേസിക്കലി ഐ എം എ റിച്ച് മാൻ, ഷോ സം റെസ്പെക്ട്. അങ്ങനെ പറഞ്ഞു തുടങ്ങിയ ബേസിൽ ഞാൻ പറഞ്ഞു കാണിക്കുമെന്ന് എനിക്കറിയില്ല. പുള്ളിയുടെ കോൺട്രിബ്യൂഷൻ അത് കൈനിട്ട ഡയലോഗാണല്ലേ? പിന്നെ ലൊക്കേഷൻ ചെന്നപ്പോൾ പറഞ്ഞു ഇങ്ങനെ ഒരു ഡയലോഗ്, അപ്പോഴേ എനിക്ക് തോന്നി സാധനം കൊള്ളാമല്ലോ. ബേസിൽ ഇങ്ങനെ പ്രൊഡ്യൂസേഴ്സിനോടും ഒക്കെ ഇങ്ങനെ പറഞ്ഞു തുടങ്ങിയെന്ന് കേട്ട്. ശരിയാണ്, ആസ് എൻ ആക്ടർ. റാഫി പച്ച പിടിച്ച് വരികയാണ്, ജീവിച്ചു പോട്ടെ. അല്ല, നുണക്കുഴിയാണല്ലോ, നമുക്കും കുറച്ച് നുണ അടിക്കാമല്ലോ. മലയാളത്തിലെ ഇപ്പം ഏറ്റവും തിരക്കുള്ള ആക്ടേഴ്സിൽ ഒരാളാണ് ബേസിലിന് പൊതുവെ ഇൻഡസ്ട്രിയിൽ പറയുന്നത്. എന്താണ് ബേസിലിന് പറയാനുള്ളത്? അല്ല, അങ്ങനെ മമ്മൂക്ക ലാലേട്ടന് കഴിഞ്ഞാൽ ബേസിലാണെന്നൊക്കെ പറയുന്നത്. അത്രയ്ക്കൊക്കെ വേണം, ഹംബിളാകട്ടെ. അല്ല, സന്തോഷമുള്ള കാര്യമാണ്. ആൾക്കാർ ഇപ്പോൾ ജിത്തു ചേട്ടനെയൊക്കെ പോലത്തെ ഒരു ഡയറക്ടർ നമ്മുടെ അടുത്തേക്ക് വരുന്നു എന്ന് പറയുന്നത് തന്നെ എനിക്ക് ഭയങ്കര എന്താ പറയുക, നമുക്ക് തന്നെ ഒരു എന്തോ ഒരു അച്ചീവ് ചെയ്ത പോലത്തെ ഒരു ഫീലിംഗ് ആണ്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ഭയങ്കര സന്തോഷമുണ്ട്. പക്ഷെ അതിന് ഒരു ബാധ്യതയാണ് നമുക്ക് കൂടുതൽ കുറച്ചുകൂടെ റെസ്പോൺസിബിളായിട്ട് സിനിമ ചെയ്യാനൊക്കെ. അത് കുറച്ചുകൂടെ പ്രഷർ നമ്മളെ കൂടുതൽ ബെറ്റർ ആക്കുമെന്ന് തോന്നുന്നു, അങ്ങനത്തെ ഒരു പ്രഷർ. ജിത്തു ചേട്ടന് ഒരു ചെറിയൊരു റെസ്പെക്റ്റും പേടിയോടുകൂടിയാണോ ഡയറക്ടർ ബേസിൽ ആക്ടറായിട്ട് നിൽക്കുന്നത്? റെസ്പെക്റ്റ് എന്തായാലും ഉണ്ട്, അതിൽ സംശയമൊന്നുമില്ല. പക്ഷേ പറയേണ്ട കാര്യങ്ങൾ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്യാറുമുണ്ട്. പക്ഷെ നല്ലതാണെങ്കിൽ എടുക്കും, വേണ്ടാത്തതാണെങ്കിൽ അപ്പം തന്നെ വേണ്ട എന്ന് പറയുകയും ചെയ്യും. അപ്പം ആ രീതിയിലുള്ള റെസ്പെക്റ്റ് എപ്പോഴും ഉണ്ട്. എന്തായാലും ആ റെസ്പെക്റ്റ് തന്നെയാണ് അതിൻ്റെ ഒരു അപ്പർ ലെയറിൽ നിൽക്കുന്നത്. അതിൻ്റെ താഴേക്കുള്ളൂ ബാക്കി കാര്യങ്ങൾ. എങ്ങനെ ഡിഫൈൻ ചെയ്യും റാപ്പോ നിങ്ങൾ തമ്മിലുള്ള റെസ്പെക്റ്റ് എന്ന് പറഞ്ഞാൽ അത് എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും വേണം. ടെക്നീഷ്യൻ ഒരു ടീമായിട്ട് നിന്ന് വർക്ക് ചെയ്യുമ്പോൾ എല്ലാവരും, ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം നമ്മൾ ഇപ്പം ഞാൻ നമ്മൾക്ക് എല്ലാവരോടും ബഹുമാനവും സ്നേഹവും ഉണ്ട്. ഇപ്പം ഇവന് എൻ്റെ ഒരു അസിസ്റ്റൻ്റ് ആണെങ്കിലും വന്ന് നല്ലൊരു ഇത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവനോട് ഓക്കെ അങ്ങനെ ചിന്തിച്ചാൽ നമുക്ക് അപ്രീഷിയേറ്റ് ചെയ്യും, നമ്മളത് ബഹുമാനിക്കും, അതുണ്ട്. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിലും വളരെ പ്രൂവ് ചെയ്ത ഒരു ഡയറക്ടറാണ്.
ഇപ്പോൾ പ്രൂവ് ചെയ്ത ഒരു ആക്ടറാണ്. നമുക്ക് ഈ കാസ്റ്റിങ്ങിൽ ഇങ്ങനെ വന്നപ്പോൾ ബേസിലാണ് ഇതിന് ആപ്റ്റായിട്ടുള്ള ആൾ. ബേസിനും ആ കഥ ഇഷ്ടപ്പെട്ടു. ഞാൻ ഈ കഥയിൽ എന്താണോ ക്യാച്ച് ചെയ്തത് അത് തന്നെയായിരിക്കാം ബേസിലും സ്ക്രിപ്റ്റ് കേട്ടപ്പോൾ തന്നെ ഇത് ചെയ്യാമെന്ന് തീരുമാനിച്ചു. അപ്പോൾ അവിടെ എന്തോ ഒരു ഞങ്ങൾ തമ്മിലുള്ളൊരു അത് ചൂസ് ചെയ്യാനുള്ള ഒരു കാരണം മേ ബി ഒന്നായിരിക്കാം, എനിക്കറിയില്ല. എനിവേ വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു. സജഷൻ പറയേണ്ട ഒരു തോന്നിയാൽ അത് പറയും. അപ്പോൾ എനിക്കത് എടുക്കാൻ തോന്നിയാൽ ഞാൻ തീർച്ചയായിട്ടും ഞാനത് എടുക്കും. ഇനി അത് എടുത്തില്ലെന്നോർത്ത് അതിൻ്റെ ഒരു പ്രശ്നങ്ങളുമില്ല. പിന്നെ ഞാനും ഭയങ്കര എന്താ പറയുക, എനിക്ക് എൻ്റെ ഒരു വലിയ പ്ലസ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ഏജ് ഗ്രൂപ്പും നിന്ന് മാറിയ ഒരു ഏജ് ഗ്രൂപ്പാണ്. അപ്പോൾ കുറച്ചുകൂടെ ഇപ്പോഴത്തെ ഒരു ജനറേഷൻ്റെ പൾസ് അറിയാവും ബേസിലിന് കുറച്ചുകൂടെ. പിന്നെ അത് ചില സീൻസ് വരുമ്പോൾ ഞാൻ പറയും ബേസിൽ എനിക്കിവിടെ ഒരു ജഡ്ജ്മെൻ്റ് ഇല്ല. അപ്പോൾ ബേസിൽ അപ്പം ചേട്ടാ ഇത് ഓക്കെ ആയിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കത് ഒത്തിരി ഹെൽപ്ഫുള്ളായിട്ടുണ്ട് അങ്ങനത്തെ ഇത് ചെയ്യാൻ. പിന്നെ നമ്മൾ അല്ലാതെയും ഫീഡ്ബാക്സ് ഒക്കെ എടുക്കും. അപ്പോൾ അതുകൊണ്ട് ഒരു റാപ്പോ എന്ന് പറഞ്ഞാൽ വളരെ കംഫർട്ടബിൾ ആയി. ഇപ്പം നാളെ ഇതുപോലത്തെ ഒരു സബ്ജക്റ്റ് ബേസിലിന് ഒരു സബ്ജക്റ്റ് വന്നാൽ ഞാൻ ഓടിച്ചില്ലും. കാരണം ഇറ്റ്സ് കംഫർട്ടബിൾ വർക്കിംഗ് വിത്ത് ഹിം. അതാണ് ഒരു ഡയറക്ടർക്ക് വേണ്ടത്. അതല്ലേ പുതിയ ലുക്കാണോ? തൊപ്പിയൊക്കെ വെച്ച് കുറച്ച് മസിലൊക്കെ ഉള്ളതുപോലെ എനിക്ക് തോന്നുന്നു. എന്താ പരിപാടി? മസിലുണ്ട്, ഉള്ളിലാണ് കുറച്ച് പാടായിരിക്കും കാണാൻ. ലുക്ക് ഇതിൻ്റെ അകത്ത് താജ്മഹൽ പണിത് വെച്ചിരിക്കുകയാണ്. റിവീൽ ചെയ്യാൻ പറ്റാത്ത ലുക്കാണല്ലേ? ശരി, കുറച്ച് ഫ്രീക്ക് ലുക്കാണ്. നമുക്ക് താടിയൊക്കെ കട്ട് ചെയ്തേക്കുന്നത് ചെറിയ സൂചനകൾ ചെറുതായിട്ട് തൊപ്പിക്കകത്തൂടെ കാണാം. ഒരു റാപ്പർ ലുക്കാണ്. കളറല്ലേ? അത് പറയാൻ പറ്റില്ല. മരണമാസം സിനിമയ്ക്ക് വേണ്ടിട്ട് മരണമാസ ലുക്കാണ്. മരണമാസ ലുക്കാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഡയറക്ഷന് വേണ്ടി ഒരുപാട് പ്രിപ്പയർ ചെയ്യാറുണ്ട്, പഠിക്കാറുണ്ട്, അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ് ബേസിൽ എന്ന് പറയുന്നത്. ആസ് എൻ ആക്ടർ അങ്ങനെ ചെയ്യാറുണ്ടോ? ആക്ടിങ്ങിന് ബേസിൽ എന്തെങ്കിലും പഠിക്കാറുണ്ടോ? ആക്ടിങ്ങിന് ഇപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് കുറേ കൂടെ സീരിയസ് ആയിട്ട് കാണാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഇതുപോലെയുള്ള കുറേ കൂടെ അങ്ങനത്തെ ചലഞ്ചിങ് ആയിട്ടുള്ള റോളുകൾ വരുമ്പോഴും അങ്ങനത്തെ സീനുകളൊക്കെ കഥകളൊക്കെ വരുമ്പോൾ നമുക്ക് നമ്മുടേതായിട്ടുള്ള രീതിയിൽ പുതിയതായിട്ട് എന്താണ് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുക എന്നുള്ള രീതിയിലേക്ക് ആലോചിക്കുന്നു. ഇത്രയും ബിഗർ ആയിക്കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ റെസ്പോൺസിബിലിറ്റി മാറുമല്ലോ. പ്രൊഡക്ഷൻ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന പൈസയുടെ എമൗണ്ട് കൂടും ആ പടത്തിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്ന. അല്ലെങ്കിൽ ഇപ്പോൾ ജിത്തു ജോസഫ് എന്ന് പറയുന്ന ഒരു ഡയറക്ടർ നമ്മുടെ അടുത്ത് വരുന്നു. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള റെസ്പോൺസിബിലിറ്റി ഉണ്ട്. നേരെന്ന് പറഞ്ഞൊരു സിനിമ കഴിഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. മോഹൻലാൽ എന്ന് പറയുന്ന വലിയൊരു നടനെ വെച്ചിട്ടൊരു സിനിമ ചെയ്തതിന് ശേഷമാണ് നുണക്കുഴി എന്ന് പറയുന്ന ഈ സിനിമയ്ക്ക് വരുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രൊഫൈലിൻ്റേതായിട്ടുള്ള എക്സ്പെക്റ്റേഷൻസ് മീറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഞാൻ കാരണം അതിൻ്റെ അകത്തൊരു പാളിച്ച വരാൻ പാടില്ലല്ലോ. ആസ് ആൻ ആക്ടർ ഞാനത് ചെയ്യാത്തത് കൊണ്ട് അത് സിനിമ നന്നായില്ല എന്നൊരിക്കലും പറയാൻ പാടില്ലല്ലോ. അപ്പോൾ ഇതൊക്കെ എനിക്ക് അഡീഷണൽ റെസ്പോൺസിബിലിറ്റീസാണ്, ഓഡിയൻസിൻ്റെ എക്സ്പെക്റ്റേഷൻ. അപ്പോൾ അതെല്ലാം നോക്കുമ്പോൾ നമുക്ക് ആ ഒരു സക്സസ് സ്ട്രീക്ക് കണ്ടിന്യൂ ചെയ്യുക എന്നുള്ളത് നമ്മുടേതായിട്ടുള്ളൊരു റെസ്പോൺസിബിലിറ്റി ആയിട്ട് വരുമ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു എഫേർട്ട് എടുക്കാറുണ്ട്. അതിൻ്റേതായിട്ടുള്ള രീതിയിലുള്ള പഠനങ്ങൾ നടത്താറുണ്ട്. കുറേ കൂടെ ആൾക്കാരെ ഒബ്സർവ് ചെയ്യാനൊക്കെ ഉള്ള ശ്രമങ്ങൾ നടത്താറുണ്ട്. എന്നാൽ പോലും ഞാൻ ഇനി അതിലും ഇമ്പ്രൂവ് ആവണം തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ലെജൻഡ്സ് ആയിട്ടുള്ള ആക്ടേഴ്സിനെ അവരുടെ സിനിമകൾ കാണുക, അവരെങ്ങനെയാണ് ചെയ്തതെന്നൊക്കെ ഒബ്സർവ് ചെയ്യുക, ഇതൊക്കെ തന്നെയാണ്. നുണക്കുഴിക്ക് അങ്ങനെ പ്രിപ്പറേഷൻ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? ആക്ടർ എന്നുള്ള രീതിയിലാണ്. നുണക്കുഴി കുറേ കൂടെ എൻ്റെ കംഫർട്ട് സോണിലുള്ളൊരു സിനിമയാണ്. ഒരു ക്യാരക്ടർ വൈസ് ഇപ്പോൾ ജിത്തു ചേട്ടൻ പറഞ്ഞപ്പോൾ ഉണ്ടായിരുന്ന ആ എല്ലാ കാര്യങ്ങളും ആസ് എ പേഴ്സൺ എനിക്ക് ആപ്ലിക്കബിൾ ആണ്. കുറേയൊക്കെ എൻ്റെ തന്നെ ട്രേറ്റ്സിൽ കുറേയൊക്കെ ഇൻബിൽട്ടാണ്. അതിൽ ഭയങ്കര ഫിൽത്തി റിച്ച് ആയിട്ടുള്ള ഒരാളാണെന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ. അല്ലാത്തത് ബാക്കിയൊക്കെ സംശയമുണ്ട്. അല്ല അത് ഇപ്പോൾ കുറച്ച് ഈ അടുത്തായിട്ട് അത് ഇത്രയും വലിയ റിച്ച് ഒന്നല്ലേ. ഇപ്പോൾ എത്ര 7 കമ്പനിയും കണ്ടുണ്ട് ഇതിൻ്റെ സക്കറിയ പറയുന്ന ആൾക്ക്. പറഞ്ഞ പോലെ നമുക്ക് അവിടെ നിന്നങ്ങ് അൺലീഷ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി സ്ക്രിപ്റ്റിൽ കറക്റ്റായിട്ടുണ്ടായിരുന്നു. അങ്ങനെ 2-3 സീനുകളുണ്ട് അങ്ങനെ ചെയ്യാനുള്ളത്. അപ്പോൾ അത് എത്രമാത്രം നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അത് ചെയ്യാൻ പറ്റുക എന്നുള്ളത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു പ്രോസസ്സായിരുന്നു. അതിന് ഭയങ്കര സപ്പോർട്ടും ഉണ്ടായിരുന്നു. കറക്റ്റായിട്ടുള്ള ഫീഡ്ബാക്സും തരുമായിരുന്നു ഡയറക്ടർ എന്നുള്ള സ്പേസിൽ നിന്ന്. അപ്പോൾ അതൊക്കെ നമുക്ക് എപ്പോഴും ഹെൽപ്ഫുൾ ആണല്ലോ. ഇല്ലെങ്കിൽ അത് എപ്പോഴെങ്കിലും മീറ്റർ അപ്പ് ആവാം, ഭയങ്കര ഡൗൺ ആയി പോവാം, ആ എനർജി കിട്ടാതിരിക്കാം. എനർജി ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാന്നൊക്കെ പറയുന്നത് ഒരു ഭയങ്കര കൺസിസ്റ്റൻ്റ് ആയിട്ട് അത് മെയിൻറ്റെയിൻ ചെയ്ത് പോകണമല്ലോ. പ്രത്യേകിച്ച് രാവിലെ തുടങ്ങി രാത്രി തീരുന്ന കഥയാണ്. ഒരു രാത്രി തുടങ്ങി പിറ്റേ ദിവസം രാവിലെ തീരും. അപ്പോൾ ഈ എനർജി ലെവൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ അയാളുടെ ഡെസ്പറേഷൻ 40 ദിവസം കൊണ്ടാണ് പക്ഷേ നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ എല്ലാ ഈ പറയുന്ന ആക്ഷൻ്റെയും കട്ടിൻ്റെ ഇടയിൽ നമ്മൾ ആ കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യാൻ പോകുകയെന്ന് പറയുന്നത് ഡയറക്ടറിൻ്റെയൊക്കെ ഒരു കറക്റ്റായിട്ടുള്ള ഫീഡ്ബാക്ക് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കത് കിട്ടുള്ളൂ. അപ്പോൾ ആ രീതിയിലൊക്കെ ആക്ടർ എന്നുള്ള രീതിയിൽ ഭയങ്കര എക്സൈറ്റിംഗ് ആയിരുന്നു അതിൻ്റെ ഒരു പ്രോസസ്സ്.
സൂപ്പർ. ബേസിലിനെ വീട്ടിൽ പോകാനുള്ള സൗകര്യങ്ങളൊക്കെ ഒരുക്കിയാണ്, മോളുടെ അടുത്ത് പോകാനുള്ള സൗകര്യം നോക്കിയിട്ടാണ് ഷൂട്ട് സെറ്റ് ചെയ്തത്. ആ സമയത്ത് മോളുണ്ടായി. അപ്പോൾ ആ സമയത്ത് കൂടുതലും അവിടെ നിൽക്കണം എന്ന് പറഞ്ഞാൽ, പിന്നെ നമ്മുടെ ലൊക്കേഷൻ എറണാകുളമാണല്ലോ. അപ്പോൾ കൃഷ്ണകുമാറാന്ന് പറഞ്ഞു അല്ലാതെ വന്ന് സംസാരിച്ച്. കൃഷ്ണകുമാർ നോക്കിയപ്പോൾ ഇതൊക്കെ പറഞ്ഞങ്ങ് വിഴിക്കാം എന്നൊക്കെ പറഞ്ഞു. കൃഷ്ണകുമാർ പിന്നെ എന്നോട് പറഞ്ഞു അങ്ങനെ ഇതിനെക്കുറിച്ച് സംസാരിച്ചു. ഈ ഒരു ഇൻ്റർവ്യൂവിലും പറഞ്ഞു കേട്ടു. ബേസിലും ആ സമയത്ത് ഒരു കുട്ടി ഉണ്ടായി, ആ കൂടുതൽ സമയം മോളോട് സ്പെൻഡ് ചെയ്യാൻ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ നിൽക്കുമല്ലേ. പിന്നെ കഥ നടക്കുന്നത് കാക്കനാട് അപ്പൊ വീട്ടിൽ പോയി വരാം. ഒരു 2 മണിക്കൂർ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ വേണം വീട്ടിൽ പോയിട്ട് വരാം. ഓക്കെ. ജിത്തു ചേട്ടൻ ഇതിൽ എക്സൈറ്റ് ചെയ്യിച്ച ഒരു എലമെന്റ് ഉണ്ടെന്ന് പറഞ്ഞു കഥ വായിച്ചപ്പോൾ. അത് തന്നെ ആയിരിക്കാം ബേസിലെ എക്സൈറ്റ് ചെയ്തിട്ടുണ്ടാവുക ഇപ്പൊ പറഞ്ഞു. കൃഷ്ണകുമാർ എന്നോട് ആദ്യം പറയുമ്പോൾ ഫുൾ സ്ക്രിപ്റ്റ് അല്ല പറയുന്നത്, കുറേ ഇവന്റ്സാണ് പറയുന്നത്. അത് ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. അത് കഴിഞ്ഞ് ബേസിൻ്റെ അടുത്ത് ചെല്ലുമ്പോഴത്തേക്കും ഒരു ഡ്രാഫ്റ്റായി, ഒരു സ്ക്രിപ്റ്റായി. ക്ലൈമാക്സിൻ്റെ ഏരിയയിൽ മാത്രമാണ് ഒരു ഫിക്സ്ഡ് അല്ലാതെ നിന്നത്. അപ്പം ബേസിൽ സ്ക്രിപ്റ്റ് വായിച്ചാണ് കേട്ടത് അല്ലേ, സ്ക്രിപ്റ്റ് വായിച്ചാണ് കേട്ടത്. അപ്പോൾ അത് ഞങ്ങൾ സ്ക്രിപ്റ്റ് വായിച്ചപ്പം ഞങ്ങൾക്ക് എന്ന് വെച്ചാൽ ഇതൊരു ഒരു ഇൻട്രസ്റ്റിംഗ്, അല്ലെങ്കിൽ ഇത് ആൾക്കാരെ എൻ്റർടൈൻ ചെയ്യാൻ സാധ്യതയുള്ള ഒരു നല്ലൊരു ഹ്യൂമർ ഫീൽ ഗുഡ് സിനിമയാണെന്നുള്ളൊരു ഇത് കിട്ടി. അത് തന്നെയാണ് ബേസിലിൻ്റെയും ക്യാച്ച് എന്ന് ഞാൻ കരുതുന്നത്. നല്ലൊരു എൻ്റർടൈനർ. എക്സൈറ്റ്മെന്റ് ബീങ് ഒരു ഐഡിയയിൽ തുടങ്ങിയിട്ട് സാധാരണഗതിയിൽ പലപ്പോഴും ഇങ്ങനത്തെ ഐഡിയാസ് ഒരു ആദ്യത്തെ ഒരു 40-45 മിനിറ്റ് ആകുമ്പോൾ കത്തിത്തീരുന്ന പോലത്തെ സാഹചര്യങ്ങൾ ഉണ്ടാവാറുണ്ട്. പക്ഷേ ഈ സിനിമയിൽ അത് സ്ക്രിപ്റ്റിൽ ഇവരത് അങ്ങനെ ഡിസൈൻ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അവിടെ തീരില്ല. അത് കണ്ടിന്യൂസ്ലി സിനിമ തീരുന്നവരെ ആ ഐഡിയയുടെ എക്സൈറ്റ്മെന്റ് ഇവർക്ക് നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. ഒരു 10 കഥ കേട്ടാൽ ചിലപ്പോൾ അതിനകത്തൊരു 8 കഥ കേൾക്കുമ്പോൾ ഭയങ്കര രസമായിരിക്കും. പക്ഷെ അത് സ്ക്രീൻ പ്ലേ ആയിട്ട് വർക്ക് ചെയ്ത് അതിന് ഡെവലപ്പ് ചെയ്തൊരു ഓർഡർ ഓഫ് ഇവൻറ്റ്സ് വർക്ക് ചെയ്ത് വരുമ്പോൾ അത് ചിലപ്പോൾ നമ്മളെ ഉദ്ദേശിച്ച് ആ കഥയുടെ ഇമ്പാക്റ്റ് ചിലപ്പോൾ തന്നെന്ന് പറ്റില്ല. അപ്പോൾ അതാണ് ആ സ്ക്രീൻ പ്ലേയിലാണ് അതിൻ്റെ ഇരിക്കുന്നത്. പിന്നെ ഓഫ് കോഴ്സ് ഹ്യൂമർ സിനിമയാകുമ്പോൾ പിന്നെ അതിൻ്റെ ഡയലോഗ്, അത് പിന്നെ സ്റ്റേജ് ചെയ്ത് അങ്ങനത്തെ കാര്യങ്ങൾ, പിന്നെ ഇതെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ ആർട്ടിസ്റ്റ് അതെങ്ങനെ പെർഫോം ചെയ്യുന്നു എന്നുള്ളത്. ഇവിടെ എനിക്ക് നുണക്കുഴി തോന്നിയ വെച്ചാൽ ഇവരെല്ലാതെ നല്ല രീതിയിൽ ഇത് ഡെലിവറി ചെയ്തിട്ടുണ്ട്. കാരണം പാളാൻ ഭയങ്കര സാധ്യതയുള്ള സാധനം ഹ്യൂമർ. പാളിയ ഭയങ്കര ബോറുമാണ്. ഒരു ഇമോഷണൽ പാളിയാകുന്നതിനേക്കാൾ കഷ്ടമാണ് ഒരാൾ ചിരിപ്പിക്കാന്നുള്ള സിറ്റുവേഷൻ വന്നിട്ട് ആർക്കും ഒന്നും ഫീൽ ചെയ്തില്ലെന്ന് പറഞ്ഞാൽ. അത് ബേച്ചേട്ടൻ പറഞ്ഞിട്ടുമുണ്ട്. ഇപ്പം നമ്മൾ കരഞ്ഞില്ലേ കുഴപ്പമില്ല പ്രേക്ഷകർ, പക്ഷെ ചിരിപ്പിക്കാൻ നോക്കിയിട്ട് ചിരിച്ചില്ലെങ്കിൽ പണി പാളുന്നുണ്ട്. ഭയങ്കര ബോറാവും. അപ്പോൾ ഈ ബേസിലിൻ്റെ കോമഡിയും ഹ്യൂമറും നാച്ചുറൽ ആണെന്ന് പറഞ്ഞിട്ട് ഒരുപാട് കമൻസ് ഉണ്ട്, നമ്മൾ കണ്ടതുമാണ് ഇപ്പോൾ ഇതുവരെ ഉള്ളതല്ല. അപ്പോൾ ആസ് എ ഡയറക്ടർ ചേട്ടനത് തോന്നിയിട്ടുണ്ട്. എനിക്കത് തന്നെ പുള്ളി ആക്ച്വലി ആ ക്യാരക്ടറായിട്ട് അതിനകത്ത് ജീവിച്ചതാണ്. കാരണം അത് ഹ്യൂമറിന് വേണ്ടി ഈ സിനിമയിൽ ആരും ഒന്നും ചെയ്തിട്ടില്ല. എല്ലാവരും അവരുടെ അവസ്ഥ തന്നെ. ഇപ്പോൾ ബേസിലിൻ്റെ ഒരു ക്യാരക്ടറുണ്ട്. ഇപ്പോൾ ഫസ്റ്റ് നമ്മൾ കാണിക്കുമ്പോൾ ഒരു ക്യാരക്ടർ ഇത് ഇങ്ങനെയാണെന്ന് തോന്നും. അവിടുന്ന് ഒരു മുറിക്കകത്തേക്ക് കയറുമ്പോൾ തന്നെ ക്യാരക്ടറിൻ്റെ സ്വഭാവം മാറി. അവിടുന്ന് പിന്നെ പുറത്തേക്ക് പുള്ളി വേറെ മാനസികാവസ്ഥയിലാണ് പുള്ള വീട്ടിലേക്ക് പോകുന്നത്. ആ വീട്ടിൽ ചെന്നിട്ട് അതിൽ നിന്ന് വേറൊരു മാനസികാവസ്ഥയിൽ വല്ലാത്തൊരു ഡെസ്പറേറ്റ് ഇതിലാണ് ഇറങ്ങിത്തിരിക്കുന്നത്. ആ ഇറങ്ങിത്തിരിച്ചിട്ട് അങ്ങനെ ഒരു സമയത്ത് ആ ഒരു ഇങ്ങനത്തെ ഒരു ചെറുപ്പക്കാരൻ എങ്ങനെ ബിഹേവ് ചെയ്യുമോ അതൊക്കെ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഒരു സിനിമയായതുകൊണ്ട് നമ്മൾ ഒരു സ്റ്റെപ്പ് ഒരു റിയാലിറ്റിയിൽ നിന്ന് പൊടിക്കൊരു മുകളിൽ നിന്ന് ചെറുതായിട്ട് കയറ്റി വെച്ചിട്ടുണ്ട്. അത് അങ്ങനെ തന്നെ പോയിരിക്കുന്നത്. അങ്ങനെ പോയാലേ നമുക്കത് രസിപ്പിക്കത്തുള്ളൂ. അത് വളരെ നാച്ചുറലായിട്ട് തന്നെ ബിഹേവ് ചെയ്തേക്കുന്നത്. ഗ്രേസ് ആൻ്റണി മലയാളത്തിലെ കോമഡി അല്ലെങ്കിൽ ഹ്യൂമർ ചെയ്യാനുള്ള ലീഡ് ആക്ട്രസ്മാരിൽ ഏറ്റവും ടോപ്പിൽ ഇപ്പം ഗ്രേസ് ആൻ്റണി ആണോ? ഫസ്റ്റ് ചോയ്സ് ഭയങ്കര ടാലൻറ്റഡ് ആണ്. അല്ല ഇപ്പം ഞാൻ ചോദിക്കട്ടെ, ഇപ്പം ചിലപ്പം പുള്ളിക്കാരത്തിയെ സംബന്ധിച്ചോളം പണ്ട് ഉർവശി ചേച്ചി ഇവരൊക്കെ ചെയ്ത പോലത്തെ വെർസറ്റൈൽ ഒരു സ്റ്റൈൽ ഓഫ് ഒരു കഴിവുള്ള ഒരു പെൺകുട്ടിയാണ്. ഇതുകൊണ്ട് പുള്ളിക്കാരത്തേക്ക് സെറ്റാവുന്ന ഒരു ക്യാരക്ടറൈസേഷൻ വന്നാൽ ധൈര്യമായിട്ട് ഏൽപ്പിക്കാം. കാരണം അതുപോലെ ടാലൻറ്റഡ് ആയിട്ടുള്ളൊരു ആർട്ടിസ്റ്റ്. എനിക്കും ഈ പറയുന്ന പോലെ നേരത്തെ പല സിനിമകളിലും ഗ്രേസ് ഓപ്പോസിറ്റായിട്ട് 1-2 സിനിമകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ആ സിനിമകളൊന്നും നടന്നിട്ടില്ല. അപ്പോൾ ഈ അതെല്ലാം ഹ്യൂമർ ക്യാരക്ടേഴ്സ് ആയിരുന്നു, ഓപ്പോസിറ്റ് ഫീമെയിൽ ക്യാരക്ടർ. അപ്പോൾ അതൊന്നും സിനിമകളൊന്നും നടന്നിട്ടില്ല. പക്ഷേ ഇത് എപ്പോഴും ഈ കോമ്പിനേഷൻ ഇങ്ങനൊരു പലപ്പോഴായിട്ട് പലരും സംസാരിച്ചിട്ടുള്ളൊരു കോമ്പിനേഷനാണ്. അപ്പോൾ ഗ്രേസിൻ്റെ ഈ പറയുന്ന ഹ്യൂമർ നമ്മൾ ഈ കനകം കാമിനി കലകത്തിലാണെങ്കിലും ഹാപ്പി ജേർണിയിലാണെങ്കിലും അല്ലെങ്കിൽ ഇപ്പോൾ സീരിയസ് റോളായിട്ട് റോഷാക്കിലോ അല്ലെങ്കിൽ മറ്റേ കുമ്പളങ്ങി നൈറ്റ്സിലോ ഒക്കെ ആയിട്ടാണെങ്കിലും എല്ലാ വേരിയേഷനും ട്രൈ ചെയ്യാൻ താല്പര്യമുള്ള എല്ലാം ഭയങ്കര സട്ടിലായിട്ട് വേറൊരു മീറ്ററിൽ അത് പുൾ ഓഫ് ചെയ്യാൻ
പറ്റുന്ന ഒരു ആർട്ടിസ്റ്റായിട്ട് നമുക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഈ സിനിമയിലേക്കും ഗ്രേസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വന്നപ്പോൾ ഞാനും ഭയങ്കര എക്സൈറ്റഡ് ആയി. കാരണം ആ ക്യാരക്ടർ അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് ഇതിൻ്റെ അകത്ത്, രശ്മിത എന്ന് പറഞ്ഞിട്ട്. ചില റിയാക്ഷനൊക്കെ ഇടുന്നതാണെന്ന് ഭയങ്കര രസമാണ്. പെട്ടെന്ന് വരുന്നു എന്നാലേക്കും അങ്ങനെ ചെറിയ കുഞ്ഞു സാധനങ്ങളൊക്കെ അതൊക്കെ ഭയങ്കര രസമാണ്. നമുക്ക് ലൈവ് കണ്ടുകൊണ്ടിരിക്കുമ്പോഴേ അത് ഭയങ്കര അടിപൊളിയാണ് ഗ്രേസിൻ്റെ അങ്ങനത്തെ റിയാക്ഷൻസ് ഒക്കെ. പിന്നെ ഈ ഓപ്പോസിറ്റ് നിൽക്കുന്നയാൾ നന്നായിട്ട് പെർഫോം ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മളും അങ്ങോട്ട് എലിവേറ്റഡ് ആവും. കാരണം നമ്മുടെ ഒരു പെർഫോമൻസ് ഒക്കെ അങ്ങ് മാറും. അതെപ്പോഴും പണ്ട് അമ്പളിച്ചേട്ടൻ പറയല്ലോ, മോഹൻലാൽ എതിരെ വന്ന് കഴിഞ്ഞാൽ അത് വേറൊരു ഇതാണ് എന്ന് പറഞ്ഞ പോലെ ഇവർ രണ്ടുപേരും ബൈജുവും ഇവരും എല്ലാവരും കൂടെ ഉള്ളൊരു വലിയ സീനുണ്ട്, ഒരു 15 മിനിറ്റിൻ്റെ ഒരു വലിയ സീനുണ്ട്. ലിറ്ററലി അവിടെ അങ്ങോട്ട് കയറി അങ്ങ് എല്ലാവരും കൂടെ അങ്ങ് തകർത്ത് അഭിനയിക്കുന്നതല്ല, അങ്ങ് ശരിക്കും ക്യാരക്ടറായിട്ട് ജീവിച്ചു. അല്ല, നമ്മളതിനകത്ത് കട്ട്സ് എടുക്കാതിരിക്കാൻ പറ്റില്ല. കാരണം 8 പേരുണ്ട്, 7 പേരുണ്ട്. നമ്മളൊരു വലിയ വൈഡ് വെച്ചിരുന്നു, പിന്നെ ഒരു സെക്കൻഡ് ക്യാമറ വെച്ചിട്ട് ഇതൊക്കെ എടുത്തു. ഡെഫിനറ്റ്ലി അത് കട്ട്സ് യൂസ് ചെയ്യാതെ പറ്റത്തില്ല, കാരണം 15 മിനിറ്റ്സ് ഉണ്ട് അത്. പക്ഷേ അതിൻ്റെ രസമായിട്ടാണ് ചെയ്തേക്കുന്നതെന്നറിയോ, ഭയങ്കര രസമായിട്ടാണ് ചെയ്തേക്കുന്നത്. അത് ഈ ഹ്യൂമറും കൂടെ ആകുമ്പോൾ എനർജി ലെവൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മളിങ്ങനെ പമ്പായിട്ട് നിൽക്കണം. താൻ ആരാടൊന്ന് എന്നോട് ചോദിക്കാൻ ഞാൻ എന്ന് പറയുന്ന ഒരു സാധനം, അത് പപ്പുച്ചേട്ടൻ അങ്ങനെ ചെയ്യുമ്പോൾ ഓഡിയൻസ് ചിരിക്കുന്നത് ലാലേട്ടൻ്റെ റിയാക്ഷൻ കണ്ടിട്ടാണ്. ഇങ്ങനെ കാണിക്കുന്ന സാധനം കാണുമ്പോഴാണ് നമ്മൾ ചിരിക്കുന്നത്. അപ്പോൾ ആ റിയാക്ഷനുള്ള ഒരു സാധനം പപ്പുച്ചേട്ടൻ അവിടുന്ന് ചെയ്താലേ ഈ റിയാക്ഷൻ ഇടുന്നതിന് കൊണ്ട് കാര്യമുള്ളൂ. അതൊരു മോശം പെർഫോമൻസ് ആണെങ്കിൽ ഇങ്ങനെ ഇത്രയും ലൗഡായിട്ടുള്ള റിയാക്ഷൻ ഇട്ടാൽ നമുക്ക് ചിരി വരില്ല, നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റില്ല ആ ചിരി. ഇയാളെന്തിന് ഇത്ര ഓവറായിട്ട് റിയാക്ട് ചെയ്യുന്നതെന്ന് വിചാരിക്കും. രണ്ടുപേരും അവിടെ തകർക്കുമ്പോഴാണ് രണ്ടും കോംപ്ലിമെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് ഹ്യൂമർ മൊത്തത്തിൽ അതിൻ്റെ ഒരു രീതി. എങ്ങനെയാണ് പല സിനിമകൾ ഫോളോ ചെയ്യുമ്പോൾ ഇതൊക്കെ ചെയ്യുമ്പോൾ എനിക്കാണ് ബേസിലും അങ്ങനെ ആരെയും കൂടെ ഒത്തിരി അസിസ്റ്റ് ചെയ്തിട്ടില്ലെന്നാണ് അല്ലേ. അതെ, എന്നാലും നമ്മൾ കുറേ സിനിമകൾ കാണുകയും ഇതൊക്കെ ചെയ്യുമ്പോൾ നമുക്കൊരു സെൽഫ് സ്റ്റഡി പോസിബിളാണ്. നമുക്ക് കുറേ കാര്യങ്ങളൊക്കെ നമ്മളിപ്പോൾ ഞാൻ പണ്ട് കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഇതുപോലെ എപ്പോഴോ രാത്രിയിലിരുന്ന് ഹൊറർ സിനിമ കണ്ടുകൊണ്ടിരിക്കുക, പെട്ടെന്നൊരു ഫോൺ വന്നപ്പോൾ ഞാൻ മ്യൂട്ട് ചെയ്ത് ഫോൺ അറ്റൻഡ് ചെയ്തു. അപ്പം ടി വിയിൽ ഇത് പോയിക്കൊണ്ടിരിക്കുക, ഇങ്ങനെ സംസാരിച്ച് ഇങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഭയങ്കര പേടിപ്പിക്കുന്നൊരു സീനാണ്. ഞാൻ ഫോൺ വെച്ചു, ഞാൻ നോക്കിയപ്പോൾ എനിക്കൊന്നും സംഭവിക്കണില്ല. അപ്പം ഞാൻ ഇത് സൗണ്ട് വീണ്ടും മ്യൂട്ട് മാറ്റി. ഒരു 10-15 സെക്കൻഡിന് ഞാൻ പേടിയായിരുന്നു. അപ്പോൾ മ്യൂസിക് നമ്മൾ മനസ്സിലാക്കുന്നവരൊരു കാര്യമുണ്ടല്ലോ, തന്നെത്താൻ മനസ്സിലാക്കിയതാണ്. പിന്നെ ഞാൻ മ്യൂട്ട് ചെയ്ത് അങ്ങനെയും നമുക്ക് സിനിമയൊക്കെ പഠിക്കാമല്ലോ, കുറെ കണ്ടും ചെയ്തും. 40 കൂടുതൽ സിനിമകളായി ബേസിൽ ആസ് എൻ ആക്ടർ. എന്നെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. ഡയറക്ഷന് സമയമില്ല എസ് ഓർ നോ എന്ന് പറയണം, ഞാൻ പറയുന്ന സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, ഇത് ശരിയാണോ ശരിയല്ല അല്ലേ എന്ന് പറയണം. ഡയറക്ഷൻ ഇപ്പോൾ ആലോചിക്കാനേ സമയമില്ല. ഇല്ല നോ സമയമുണ്ടെന്നാണ് ആണ് സൈഡിൽ കൂടെ നടക്കുന്നുണ്ട്. ജിത്തു ചേട്ടാ സേ എസ് ഓർ നോ. റാം ഇറങ്ങുന്നതിന് മുമ്പ് എൻ്റെ ഇനിയും പടങ്ങൾ ഇറങ്ങും. ചിരി ബേസിലായിട്ട് സാധാരണ ചിരിക്കുന്ന അത്ര ചിരിക്കുന്നില്ല, ഒരു റെസ്പെക്ട് ഇട്ട ഒരു ചിരി. 90 ദിവസത്തിൽ കൂടുതൽ ഷൂട്ട് കഴിഞ്ഞു എന്ന് നേരത്തെ പേഴ്സണലി നമ്മൾ അവിടെ സംസാരിച്ചു. ഓക്കെ, പാർട്ട് 1 പാർട്ട് 2 ആയിട്ടാണ് ഇറക്കാൻ പ്ലാനുള്ളത്. ശരിക്കും അത് പാർട്ട് 1 ആയ ഒറ്റ പാർട്ടായിരുന്നു. ഞങ്ങളിത് കോവിഡിന് മുമ്പ് തുടങ്ങിയതല്ലേ. അത് കഴിഞ്ഞ് സാധാരണ ഞാൻ എൻ്റെ സ്ക്രിപ്റ്റ് ഒരു ഡ്യൂറേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്ന, ഇത് കുറച്ച് സാധനം ഹെവി ആയതുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചതിനേക്കാളും പിന്നെ ഒത്തിരി ഏരിയ പറയാനുണ്ടായിരുന്നു. അങ്ങനെ ഇത് വന്ന് കോവിഡിൻ്റെ സമയത്ത് ബ്രേക്ക് വന്നിരുന്ന് ഞാൻ ഈ സ്ക്രിപ്റ്റുമായിട്ട് റഫ് എഡിറ്റൊക്കെ നോക്കി കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇനി കുറേ ഷൂട്ട് ചെയ്യാനുള്ള എന്തോരം ഉണ്ടെന്നറിയും. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇതൊരു 3-10 റേഞ്ചിലേക്കൊക്കെ പോകുമായിരുന്നു. ഞാൻ അത്രയും സിനിമ പോകുക എന്ന് പറഞ്ഞാൽ ഒരിത് ചിലപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഞാനിങ്ങനെ ഒത്തിരി ഏരിയ പറയാവുന്ന ഒരു സാധനമാണ്. അങ്ങനെ വന്നപ്പോൾ ഞാനിങ്ങനെ അത് വേറെ രീതിയിൽ ചിന്തിച്ച് കഴിഞ്ഞപ്പോൾ ഇത് വേണേൽ സ്പ്ലിറ്റ് ചെയ്ത് 2 ആക്കാവുന്ന ഒരു രീതിയിൽ വന്നു. അപ്പോൾ ഞാൻ ലാൽ സാറിനോടും പ്രൊഡ്യൂസേഴ്സിനോടും പറഞ്ഞപ്പോൾ അവർക്ക് ഞാൻ ഈ 2 വേർഷനും ഇങ്ങനെയായിരിക്കും എന്നൊക്കെ പറഞ്ഞപ്പോൾ അവർക്ക് ഇൻട്രസ്റ്റിംഗ് ഇഷ്ടപ്പെട്ടു. അപ്പോൾ സിനിമ പിന്നെയും കയറി വേറെ ലെവലും മാറി. പ്രൊഡ്യൂസേഴ്സും പറഞ്ഞു നമുക്കൊരു പാൻ ഇന്ത്യൻ ലെവലിൽ അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞു. പിന്നെ അപ്പോൾ അങ്ങനെ വന്ന് അത് വലിയ പടമായി മാറി. അങ്ങനെയാണിത് പറ്റിയത്. പക്ഷേ അത് കഴിഞ്ഞെങ്കിലും പിന്നീട് തുടങ്ങിയപ്പോഴെങ്കിലും ആ ഫസ്റ്റ് പാർട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് പോയായിരുന്നു, അതെങ്കിലും റിലീസ് ചെയ്യായിരുന്നു. പക്ഷേ ഇത് ഒരു രാജ്യത്ത് പോയിട്ട് അവിടുത്തെ തീർത്തിട്ട് ഇപ്പോൾ UK തീർത്ത് അവിടെ നിന്ന് മൊറോക്കോ പോയി, മൊറോക്കോയിൽ തീർത്ത്. മൊറോക്കോ ഭയങ്കര എക്സ്പെൻസീവ് ആയി. ഹോളിവുഡ് സിനിമകളെല്ലാം വന്ന് ഫെസിലിറ്റീസൊക്കെ ഉണ്ട്, പക്ഷെ കുറേ പ്രശ്നങ്ങളൊക്കെ അവിടെ ആയി. അപ്പോൾ കുറേ എടുത്ത് ടുണീഷ്യയിലേക്ക് തട്ടി അങ്ങനെയൊക്കെ ചെയ്യാമെന്ന് വന്ന് പിന്നെ തിരിച്ചിവിടെ വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ അങ്ങ് സ്റ്റക്കായി. അങ്ങനെയാണ് അതിങ്ങനെ ഒരു കടമ്പ കടക്കണം.
അപ്പോൾ അതിന് പ്രൊഡ്യൂസേഴ്സാണ് കോൾ എടുക്കേണ്ടത് അതോ വേറെ? അവർ ട്രൈ ചെയ്യുന്നുണ്ട്. പക്ഷെ അവർ വന്നിട്ട് ഓടി വന്ന് അടുത്ത മാസം തുടങ്ങാൻ പറ്റത്തില്ല. UK-യിലൊക്കെ ഷൂട്ട് ചെയ്തപ്പം അവിടെ ആക്ട്രസിന് ചെറിയ സംയുക്ത മേനോൻ ഒരു ചെറിയ ഇഞ്ചുറി ഒക്കെ ഉണ്ടായി. അങ്ങനെ കുറേ അത് ഭയങ്കര ഒരു വലിയ സെറ്റപ്പായിരുന്നു. അവിടെ വെച്ച് നിർത്തേണ്ടി വന്നു. അതൊരു ഫോറസ്റ്റിനകത്താണ്. അപ്പോൾ ഇനി അത് കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ ക്ലൈമാറ്റിക് സീസണൊക്കെ കറക്റ്റായിരിക്കണം. പിന്നെ ഈ ജൂനിയർ ആർട്ടിസ്റ്റും ഫൈറ്റേഴ്സും ഉണ്ട്, അവർ കിട്ടണം. അങ്ങനെ ഒത്തിരി കോംപ്ലിക്കേഷൻസ് ഉണ്ട്. ബേസിലിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ്, സാധാരണ ഞാൻ വാങ്ങാറുള്ള പ്രതിഫലം എൻ്റെ ഗുരുവിൻ്റെ അടുത്തുനിന്ന് ഞാൻ വാങ്ങിയിട്ടില്ല വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയിൽ. ശരിയാണ്. ആണോ? ചേട്ടൻ അറിയില്ലായിരുന്നത്? ബേസിൽ ചെയ്യേണ്ട കാര്യമല്ല. എന്നോട് അങ്ങനെ ചെയ്യേണ്ട കാര്യമൊന്നും. കുറെ പൂജ്യം വെട്ടി കുറച്ചോ? അതൊക്കെ വിനീതേട്ടന് വേണ്ടിയിട്ടാണോ? അതെ അതെ, വിനീതേട്ടൻ്റെ സിനിമയല്ലേ, പിന്നെ നമ്മൾ വിളിക്കുന്നു പോകുന്നു ചെയ്യുന്നു, അത്ര തന്നെ. അത്ര അതിൽ വേറെ ഡിസ്കഷൻസ് ഒന്നും ഇല്ല. സാധാരണ ഉണ്ടാവുന്ന ഡിസ്കഷൻസ് ഇല്ല, ഒരു ഡിസ്കഷനും ഇല്ല. എന്നാണ് തീയതി, ഡേറ്റ് എന്നാന്ന് മാത്രം ചോദിക്കുന്നു, അത്ര. തരുന്നത് വാങ്ങുമോ അങ്ങനെയാണോ? അങ്ങനെയില്ല, തന്നില്ലെങ്കിലും കുഴപ്പമില്ല. ഓക്കെ, പൊളി. ഇങ്ങനെയാണ് ശിഷ്യനാവുമ്പോൾ ഇങ്ങനെയായിരിക്കണം. ബേസിലിന്റെ ശിഷ്യന്റെ പടം ഇറങ്ങാൻ പോവാണ്, അജയന്റെ രണ്ടാം മോഷണം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ കൂടെ വർക്ക് ചെയ്ത നമ്മുടെ ഒരു അസോസിയേറ്റിന്റെ അസിസ്റ്റന്റ് പടം ഇറങ്ങാന്ന് പറയുമ്പോൾ അത് വേറൊരു ഫീൽ അല്ലേ? പിന്നെ അത് ഭയങ്കര എന്താ പറയുക, അതിന് വേറൊരു അത് ആദ്യം ചെയ്തത് നഹാസാണ്, RDX എന്ന് പറയുന്ന സിനിമ. അത് കണ്ടപ്പോൾ എനിക്ക് ഞാൻ ഭയങ്കര ഇമോഷണലായിരുന്നു, പ്രൗഡായിരുന്നു അത് കണ്ടപ്പോൾ. നഹാസ് നീ ഇതാണ്. അതുപോലെ തന്നെയാണ് അജയൻ്റെ രണ്ടാം മോഷണത്തിൽ വരിക്കുമ്പോഴും ജിതിൻലാൽ കുഞ്ഞിരാമായണത്തിലും ഗോദയിലും എൻ്റെ ഷോർട്ട് ഫിലിംസിലൊക്കെ അസിസ്റ്റൻറ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തിരുന്ന ആളാണ്. അപ്പോൾ അവൻ ഇങ്ങനൊരു സിനിമ ചെയ്യുന്നു എന്ന് പറയുന്നതിൽ എനിക്ക് ആദ്യം ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. ഇത്രയും വലിയ സിനിമ ആദ്യത്തെ സിനിമയായിട്ട് ചെയ്യാന്ന് പറയുന്നത് ഭയങ്കര പാടാണ്. പ്രത്യേകിച്ച് ഇപ്പം ഞാനിപ്പോൾ ചെയ്ത ആദ്യത്തെ സിനിമ കുഞ്ഞിരാമായണമാണ്, ചെറിയ സിനിമയാണ്, ഒരു ഫാമിലി കോമഡി സിനിമ എന്ന് പറയുന്നത്. പക്ഷെ അവൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു വലിയ സിനിമയാണ്, ആദ്യത്തെ സിനിമയാണ്. അത് അവനെ ട്രസ്റ്റ് ചെയ്ത് പ്രൊഡ്യൂസേഴ്സും ആക്ടറും ബാക്കി ടെക്നീഷ്യൻസും ഒക്കെ ആദ്യമായിട്ടൊരു സിനിമ ചെയ്യുന്ന ആൾക്ക് വേണ്ടിയിട്ട് ഇത്രയും കോടികൾ മുടക്കിയിട്ടുള്ളൊരു സിനിമയ്ക്ക് വേണ്ടി നിൽക്കുക എന്ന് പറയുമ്പോൾ അതിന് അവരെ കൺവിൻസ് ചെയ്യണം. ഇവരെല്ലാവരും അവരുടെ കൂടെ ഇത്രയും ദിവസം സ്പെൻഡ് ചെയ്യണം, ലൈക്ക് മോർ ദാൻ 100 days ഓഫ് ഷൂട്ട്. അപ്പോൾ അത് കൊണ്ടുപോകുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. കൺവിൻസ്ഡ് ആയാൽ പോലും അതിൻ്റെ പ്രോസസ്സ് ഭയങ്കര പാടുപിടിച്ചൊരു പ്രോസസ്സായിരിക്കും. ഈവൻ ആഫ്റ്റർ 3 സിനിമ ചെയ്ത് കഴിഞ്ഞിട്ട് പോലും വലിയൊരു സിനിമയാന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എല്ലാവരും അങ്ങനെ തന്നെയായിരിക്കും. അതിപ്പോൾ ഏറ്റവും വലിയ ലെജൻസ് ആയിട്ടുള്ള ആൾക്കാർക്ക് പോലും വലിയ സിനിമ എന്നും വലിയ ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. എത്ര ബജറ്റ് ഉണ്ടെന്ന് പറഞ്ഞാലും ആ ബജറ്റ് ഒരിക്കലും തികയാൻ പോകുന്നില്ല. കാരണം അതിൻ്റെ എക്സ്പെക്റ്റേഷൻ ആ ബജറ്റിൻ്റെ മേലെ ആയിരിക്കും എങ്ങനെയൊക്കെ പോയാലും. 1000 കോടിയുടെ സിനിമ എന്ന് പറഞ്ഞാൽ 2000 കോടിയുടേതായിരിക്കും എക്സ്പെക്റ്റേഷൻ. അപ്പോൾ പിന്നെ എന്തായാലും അതിൻ്റേതായിട്ടുള്ള പ്രഷർ നമുക്കുണ്ടാവും. അപ്പോൾ ഇത് ആദ്യത്തെ സിനിമയായിട്ട് ചെയ്യുമ്പോൾ ജിതിന് അതെങ്ങനെ പുൾ ഓഫ് ചെയ്യുന്നുള്ളത് എനിക്ക് ഭയങ്കര ഡൗട്ടുണ്ടായിരുന്നു. പക്ഷേ അവൻ ഇത് 6-8 വർഷം എങ്ങാണ്ടായി ആ സിനിമയുടെ പിന്നാലെ. അതിപ്പോൾ അവസാനം ഫൈനൽ ഇപ്പോൾ അതിൻ്റെ റിലീസ് ഇപ്പോൾ പ്രഖ്യാപിച്ചു. അതിപ്പോൾ സെപ്റ്റംബറിൽ ഓണത്തിന് റിലീസാവുന്നു എന്നൊക്കെ പറയുമ്പോൾ ഇപ്പോൾ എൻ്റെ കൂടെ വർക്ക് ചെയ്ത ഒരാളല്ലെങ്കിൽ പോലും എനിക്ക് അവനോട് ഭയങ്കര റെസ്പെക്റ്റ് ഉണ്ട്. അത് കൂടെ വർക്ക് ചെയ്ത ഒരാളും കൂടെ ആകുമ്പോൾ ഡബിളാണ് അതിൻ്റെ റെസ്പെക്റ്റ്. കാരണം അങ്ങനെ ഒരു സിനിമ പുൾ ഓഫ് ചെയ്ത് ഇത്രയും വരെ എത്തിച്ചു. ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടെന്നുള്ളത് നമുക്ക് പേഴ്സണലി അറിയാം. അപ്പോൾ അത് പുൾ ഓഫ് ചെയ്ത് അത് വൃത്തിയായിട്ട് പുൾ ഓഫ് ചെയ്ത് എത്തിക്കുക എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. VFXും ആക്ഷനും എന്നൊക്കെ പറയണ എല്ലാം ഉണ്ട്, പല കാലഘട്ടങ്ങളും, ഫാൻറ്റസി പീരിയഡ്, ഇപ്പോൾ എല്ലാം അതിൻ്റെ അകത്ത് ചെയ്യണം ഒരു ഫിലിം മേക്കർ എന്നുള്ള രീതിയിൽ. സ്റ്റോറി ടെല്ലിങ്ങിൻ്റെ അപ്പുറത്തേക്ക് ഇതെല്ലാം നമ്മൾ കാണണം. അപ്പോൾ അതെല്ലാം അവൻ ഒറ്റയ്ക്ക് നിന്ന് ഫൈറ്റ് ചെയ്ത് അവൻ എത്തിച്ചു എന്ന് പറയുന്നത് നമുക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ നമ്മളതിൻ്റെ ഒരു ഭാഗമാണ്, അത്രയേ ഉള്ളൂ. പക്ഷേ ഒരു ടൊവിനോൻ്റെ ഒരു ഷോ ആണ് ആ സിനിമ, അജയൻ്റെ രണ്ടാം മോഷണം. ടൊവിനോ ഷോ. അതെ, ടൊവി ഷോ. ഞാൻ ഈ പറയുന്ന ആൾക്കാരോട് നിങ്ങൾ പറഞ്ഞിട്ടുള്ള ഒരു നുണ പറയണം. ഓക്കെ, നിങ്ങൾ പറഞ്ഞിട്ടില്ല. ഓക്കെ, പറഞ്ഞിട്ടില്ലേ? എന്ത് ചെയ്യും? പറഞ്ഞിട്ടില്ലേ വിടാ. ടൊവിനോയോട് ബേസിൽ പറഞ്ഞേക്കുന്നൊരു ശരി, ആലോചിച്ചു. ഞാൻ ജിത്തുചേട്ടന് കൊടുത്തിട്ട് വരാം. ലാലേട്ടനോട് പറഞ്ഞിട്ടില്ല നുണയുണ്ടോ? ലാലേട്ടനോട് എന്തെങ്കിലും നുണ പറഞ്ഞിട്ടുണ്ട്. അത് മിക്കവാറും വല്ല ഡേറ്റുമായി സംബന്ധിച്ചുള്ള നുണകളാണ്, മനസ്സിലായോ? അല്ലാതെ ലാൽ സാറിനെ പോലെ ഒരാളുടെ അടുത്ത് അങ്ങനെ നുണ പറഞ്ഞ് ചെയ്യേണ്ടതല്ല. പക്ഷേ ഡേറ്റിൻ്റെ കാര്യമൊക്കെ വരുമ്പോൾ ചിലപ്പം നമുക്ക് 2 ദിവസം കൂടുതൽ വേണമെങ്കിൽ പറയാം, കേട്ടോ നമുക്ക് ആ ദിവസത്തോടെ വേണ്ടി വരും കേട്ടോ എന്നൊക്കെ പറഞ്ഞ് ഇടും. കാരണം വെച്ചാൽ അല്ലെങ്കിൽ ലാൽ സാർ വേറെ വല്ല പരിപാടി പിടിച്ചാലോ എന്ന് ഓർത്തിട്ട് അങ്ങനത്തെ നുണകൾ പ്രൊഫഷണലായിട്ട് നമ്മളൊന്ന് സേഫ്
സേഫ് ആകുന്ന നുണകൾ. ഓക്കെ. അല്ലാതെ അദ്ദേഹത്തെ പോലെ ഒരു മനുഷ്യൻ്റെ അടുത്ത് പോയി നമ്മൾ നുണ പറയുന്നത് ശരിയല്ല. ഓക്കെ. ആന്റണി പെരുമ്പാവൂർ. ഞാനും ആന്റണിയും നുണ പറയുന്നത് വെച്ചാൽ ഞങ്ങളുടെ പ്രൊജക്റ്റിന് ബഡ്ജറ്റില്ല. പുള്ളി വന്നിട്ട് ബഡ്ജറ്റ് ചോദിക്കാറില്ല. ചെയ്തോ നീക്കിയൊന്നും പിന്നെ ഏൽപ്പിച്ചിട്ട് അങ്ങ് പോവാണ്. അപ്പോൾ ഒരു പ്രൊഡ്യൂസറോട് ബഡ്ജറ്റിൻ്റെ സ്ഥലത്താണല്ലോ നമുക്ക് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞ എല്ലാം ബഡ്ജറ്റിൻ്റെ, അതുകൊണ്ട് ബഡ്ജറ്റ് പറയാത്തതുകൊണ്ട് അതില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ അണ്ണാ നമുക്ക് ഇന്ന സമയത്ത് റിലീസ് ചെയ്യണം, അപ്പോഴത്തേക്കും ഒന്ന് വർക്ക് ഫിനിഷ് ചെയ്യണം എന്ന് പറയുമ്പോൾ നമ്മൾ പറയും അണ്ണാ തീരെയല്ല, ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ തീരെയല്ല എന്നൊക്കെ പറഞ്ഞ് സേഫ്റ്റിക്ക് പിടിച്ചിടും. ഇതൊക്കെ ഇതിനാണ് നമ്മളൊന്ന് സേഫ് ആകാൻ വേണ്ടിയിട്ട് പറയുന്ന ഇങ്ങനത്തെ നുണകൾ, അതിന് വേണ്ടിയിട്ട് പറയുന്ന ചെറിയ ചെറിയ നുണകൾ. നുണ വരാൻ കിടക്കാണ്. ഞാൻ ആലോചിച്ചിട്ട് കിട്ടുന്നില്ലല്ലേ? ഓക്കെ. വിനീതേട്ടനോട് വിനീത് ശ്രീനിവാസനോട് ബേസിൽ പറഞ്ഞിട്ടില്ലെന്നാണ് പറ. ഞാൻ അങ്ങനെ നുണ പറയുന്ന ഒരാളല്ല. അപ്പൊ കാസ്റ്റ് ചെയ്തപ്പോ തെറ്റി, തെറ്റി. നുണ പറയാത്ത ആളെ വിളിച്ചിട്ട് ഞാൻ നുണ പറയിക്കുന്ന. ശരി, അതാണ് ലാസ്റ്റ് ആൻസർ. ധ്യാൻ ശ്രീനിവാസനോട് നുണ പറഞ്ഞിട്ടുണ്ടോ? ധ്യാൻ ശ്രീനിവാസനോട് ഞാൻ പറയുന്ന ഒക്കെ നുണയാണ്. അതുകൊണ്ട് ശരിക്കും നിങ്ങൾ തമ്മിലുള്ള റിലേഷൻ എന്താ? എനിക്ക് തിരയുടെ സമയത്തൊക്കെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരാളാണ്. അപ്പൊ എനിക്ക് അവനെ ഭയങ്കര കാര്യമാണ്. അവന് തിരിച്ചു അത്. ഇപ്പോൾ തിരയിൽ ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടറാണല്ലോ, അവനതിലെ നായകനാണല്ലോ. അവൻ്റെ ആദ്യത്തെ സിനിമയാണ്, എൻ്റെ ആദ്യത്തെ സിനിമയാണ്. അപ്പോൾ എനിക്ക് ആദ്യം കുറേ പറയുന്ന അപകർഷതാബോധം, കോംപ്ലക്സ്, ഈ പറയുന്ന പോലെ എനിക്ക് ഞാൻ സിനിമയിൽ ശരിയാവുമോ, കൂടെയുള്ള ഭയങ്കര ബ്രൈറ്റ് ആൻഡ് ബ്രില്യൻ്റ് ആയിട്ടുള്ള ആൾക്കാർ, കൂടെയുള്ള അസിസ്റ്റന്റ് ഡയറക്ടേഴ്സൊക്കെ. അപ്പോൾ ഇവർ പറയുന്നൊന്നും എനിക്ക് മനസ്സിലാവാറില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ഇരിക്കുന്ന സമയത്തൊക്കെ അത് ഭയങ്കര, അവർ സിനിമ ചെയ്തിട്ടുമുണ്ട് ഡെഫിനറ്റ്ലി. അവർ എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള ആൾക്കാർ തന്നെയാണ്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഞാൻ ഇതെന്ത് ചെയ്യും, ഇത് എങ്ങനെയാണ് ഇപ്പോൾ ഇത്രയും ഈ സിനിമകളൊന്നും ഇവർ സംസാരിക്കുന്ന ഒരു സിനിമയും ഞാൻ കണ്ടിട്ടില്ല ഇവരെ കുറിച്ച്. അപ്പോൾ എന്താണ് ഞാൻ ഇത് ഫെസ്റ്റിവലിന് പോയ കഥകളൊക്കെ പറയുമ്പോഴേ നമുക്കിതൊന്നും മനസ്സിലാവുന്നില്ല. ചില ടെക്നിക്കൽ വേർഡ്സ്, ചില സിനിമകൾ, ലോകത്തിൽ ഇങ്ങനത്തെ സിനിമകളൊക്കെ പറയുമ്പോൾ. അപ്പോൾ അവസാനം എന്നെ ഒരാൾ ചോദിച്ചു, ചേട്ടന് ഈ ഫെസ്റ്റിവൽ, ഞാൻ പറഞ്ഞ ഇല്ല, ഞാനത് ഈ സിനിമ ആയിക്കഴിഞ്ഞിട്ടേ ഉള്ളൂ. കാരണം ഫെസ്റ്റിവലിൽ പോയാൽ പിന്നെ നമുക്ക് ഈ സിനിമകളൊന്നും ചെയ്യാൻ പറ്റിയെന്ന് വരികയല്ല. കാരണം വെച്ചാൽ അത്ര മഹത്തരമായ സിനിമകളാണല്ലോ അവിടെ. അപ്പം എനിക്ക് ഭയങ്കരമായിട്ട് പെട്ടെന്ന് നമുക്ക് ഓവർവെൽംഡ് ആയി പോകും ഈ പറയുന്ന ഇതെല്ലാം കേൾക്കുമ്പോൾ. അവിടുത്തെ സിനിമ, ഈ സിനിമ, ആ സിനിമ, ഇത് നമ്മളിതൊന്നും അറിഞ്ഞൂടാ. ഇതെല്ലാം ഇങ്ങനെ ഇത് എൻ്റെ ദൈവം, ഇത് വലിയ വിശാലമായി കിടക്കുന്ന ഒരു കടലാണ്. അതിൻ്റെ മുമ്പിൽ വന്ന് നമ്മളൊന്നും അറിയാത്ത ഒരാളായിട്ട് വന്ന് നിൽക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ടെൻഷൻ ഉണ്ടാവില്ല. അപ്പോൾ ആ സമയത്തൊക്കെ ഈ പറയുന്ന പോലെ ധ്യാൻ നമ്മളെ ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുള്ള ഒരാളായിരുന്നു. കുഴപ്പമില്ല അളിയ, ഓക്കെയാണ് എന്നൊക്കെ പറഞ്ഞ് എന്നെ ഭയങ്കരമായിട്ട് കെയർ ചെയ്തായിരുന്നു അതിൻ്റെ എൻറ്റയർ പ്രോസസ്സിൽ. നമുക്ക് ഈ പറയുന്ന ടെൻഷനും പേടിയും, ആദ്യത്തെ സിനിമ കൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറയുമ്പോൾ, ഒരു ഹീറോ എന്ന് പറയുമ്പോൾ അവൻ അതിൻ്റേതായ പ്രിവിലേജുകളുള്ള ഒരാളാണ്. അപ്പോൾ അവൻ ആ പ്രിവിലേജിൻ്റെ അകത്ത് നിന്നിട്ട് നമ്മൾ അതിൻ്റെ അകത്ത് എങ്ങനെ കൂടെ കൊണ്ടുപോകാന്നുള്ള രീതിയിൽ അവൻ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഹീറോയ്ക്കെല്ലാം ഉണ്ടാവുമല്ലോ ഡെഫിനറ്റ്ലി, നമുക്ക് ഇതൊന്നുമില്ല. അപ്പോൾ ഹീറോ ഒരു ഫ്രണ്ട് ആണെങ്കിൽ പിന്നെ അതിൻ്റേതായിട്ടുള്ള സപ്പോർട്ട് അവൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുഞ്ഞിരാമായണം ചെയ്യുമ്പോഴും അവൻ എന്നെ വിശ്വസിച്ചിട്ടാണ് ആ സിനിമ ചെയ്യുന്നത്. ആദ്യത്തെ സിനിമ നേരത്തെ പറഞ്ഞ പോലെ ആദ്യത്തെ സിനിമയിൽ ഒരു ഡയറക്ടറിൻ്റെ കൂടെ, ആദ്യത്തെ സിനിമ ചെയ്യുന്ന ഒരു ഡയറക്ടറിനോട് വർക്ക് ചെയ്യുമ്പോൾ എപ്പോഴും അയാളെ വിശ്വസിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. കാരണം അയാളുടെ മുമ്പത്തെ ഒരു വർക്ക് നമ്മൾ കണ്ടിട്ടില്ല, അയാൾക്ക് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. പക്ഷേ അത് വിശ്വസിച്ച് നമ്മുടെ കൂടെ ചെയ്യുക എന്നുള്ളതാണ്. വിനീതേട്ടനാണെങ്കിലും ധ്യാനാണെങ്കിലും ആദ്യത്തെ സിനിമ എന്നുള്ള രീതിയിൽ എല്ലാവരും നമ്മൾക്ക് സപ്പോർട്ട് ചെയ്യാന്ന് പറയുന്നത്. അതിലും ധ്യാൻ അതിൻ്റേതായിട്ടുള്ള രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ പിന്നെ കാണുമ്പോൾ ഒരു രസത്തിന് എപ്പോൾ കണ്ടാലും ഇൻ്റർവ്യൂവിന് മാത്രമൊന്നുമല്ല, നേരിട്ട് കാണുമ്പോൾ പിന്നെ എവിടെ വെച്ച് കണ്ടാലും അത് നിന്റെ മറ്റേ പടം എന്തായാലും തന്നെയാണ്. നമ്മുടെ കോൺവെർസേഷനൊക്കെ ഇതിങ്ങനത്തെ രീതി തന്നെയാണ്. അതിൻ്റെ ഓപ്പണായി കൊട്ടും നിങ്ങൾ രണ്ടുപേരും. അതാണ് അതിൻ്റെ ഒരു രസം. ഇല്ലെങ്കിൽ ഭയങ്കര സീരിയസ് ആയിട്ട് നമ്മൾ എന്തിനാണ് കൂട്ടുകാരായിട്ട് സംസാരിക്കുന്നത്, അത് സീരിയസ്നെസ്സിലൊരു ബോറടി ഇല്ലേ. 2 ചിറ്റ്സ് ഞാൻ രണ്ടുപേർക്ക് തന്നു, ഓരോന്ന് തുറക്കുക. ദൃശ്യം 3 എന്നെ വിളിക്കുമോ? ദൃശ്യം 3 കോൺസെപ്റ്റ് അല്ലെങ്കിൽ ഒരു ധാരണയായിട്ടില്ല. ഓഫ് കോഴ്സ് ബേസിലിന് അവിടെ ഒരു സ്പേസ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് വിളിച്ചിരിക്കും. ബേസിൽ നിന്ന് ആക്ടറിന് അവിടെ ഒരു സ്പേസ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് വിളിച്ചിരിക്കും. നിലവിൽ ദൃശ്യം 3 എന്താ നടന്നുകൊണ്ടിരിക്കണേ? ഒന്നും നടക്കുന്നില്ല. ശരി, ബേസിൽ ഈ പടത്തിൽ ഓക്കെ പറയാൻ ചെക്കിൽ എത്ര പൂജ എഴുതണം? ബേസിൽ ഒരു പടത്തിൽ ഓക്കെ പറയാൻ ഒരു പടത്തിൽ, ഏതെങ്കിലും ഒരു പടത്തില് പൂജ്യല്ലേ? പൂജ്യങ്ങൾ മാറിക്കൊണ്ടിരിക്കും. ഓക്കെ, വർഷം കഴിയുന്തോറും പൂജ്യം കൂടി. സക്സസ് അനുസരിച്ച് പൂജ്യങ്ങൾ പെട്ടെന്ന് മാറും. അതല്ലേ, അങ്ങനെയാണല്ലോ ഇത്. 2 യൂണിവേഴ്സ് പ്ലാൻ ഉണ്ടോ?
ഞാൻ അങ്ങനെയൊന്നും ചിന്തിച്ചിട്ട് പോലുമില്ല. ഞാൻ അങ്ങനത്തെ ഒരു അല്ല, ഞാൻ അങ്ങനെ ക്യാരക്ടേഴ്സിനെ എടുത്തിട്ട് എല്ലാം കൂടെ ഒന്ന് ചെയ്യുന്നത് അങ്ങനെയൊന്നും എൻ്റെ ചിന്തയിൽ വന്നിട്ടില്ല. ഞാൻ അവരങ്ങനെ ചിന്തിച്ചിട്ടൊന്നുമില്ല. ദൃശ്യത്തിലേക്ക് ആസിഫ് അലിയുടെ ക്യാരക്ടറിനെ കൊണ്ടുവരാൻ ആൾക്കാരിങ്ങനെ പലരും പറയുന്നതല്ല, ഞാൻ അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടില്ല. നാളെ ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല, പക്ഷേ ആസ് ഇറ്റ് ഈസ് ഞാൻ അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടില്ല. ഓക്കെ, എന്തോ പറഞ്ഞുണ്ടല്ലോ, ശക്തിമാനിൽ രൺവീർ സിംഗ് ആണെന്ന് ഉറപ്പിച്ചോ? പല വഴി കൂടെയൊക്കെയാണ് നേരിട്ട് ഇങ്ങനെ മനസ്സിലായി. എന്താ ഇല്ല, എനിക്കറിഞ്ഞൂടാ. ഉത്തരം പറയിപ്പിക്കേണ്ട ചിത്രചേട്ടൻ്റെ ഉത്തരവാദിത്തം. ചോദിച്ചു, അറിഞ്ഞൂടാ എന്താണ്. അല്ല, ചിലപ്പോൾ നമുക്കത് എനിക്കത് അറിഞ്ഞുകൂടാ, അല്ലെങ്കിൽ ഇങ്ങനെ പറയുന്നതിന് ചിലപ്പം സ്വീകരിക്കാൻ ഇത് ചെയ്യാം. കാരണം ഞാനും സോണിയായിട്ടൊരു പ്രൊജക്റ്റൊക്കെ പ്ലാൻ ചെയ്യുന്നത് സോണിയിലാണ്. അപ്പം അതുകൊണ്ട് ചിലപ്പം ആയിരിക്കും, പറയാൻ പറ്റത്തില്ല. കാരണം എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ചില കാര്യങ്ങളുണ്ട്, അതുകൊണ്ട് നമ്മളതിനെ ഇത് ചെയ്യേണ്ട കാര്യം. തിരക്ക് പിടിച്ച് ഓടുമ്പോൾ ഈ ഡയറക്ഷൻ പ്ലാനിങ്ങും വർക്കിങ്ങും ഒക്കെ എപ്പോഴാണ് ബേസിൽ ചെയ്യുന്നത്? അല്ല, അത് അതിൻ്റെ എപ്പോഴും നമ്മുടെ അത് നമുക്ക് നമ്മുടെ കയ്യിലാണല്ലോ, അതിൻ്റെ ആലോചിക്കുകയാണല്ലോ, അല്ലെങ്കിൽ അല്ലേ. അപ്പം അത് നമുക്ക് എപ്പോഴെങ്കിലും അതിൻ്റെ വർക്ക് നടക്കാമല്ലോ, വെറുതെ ഇരിക്കുന്ന ഒരു സമയം മതിയല്ലോ. ഇപ്പം നടക്കുന്ന വർക്ക് ശക്തിമാൻ്റെ ആണോ? അങ്ങനെയാണ് ബാക്ക് ഓഫ് മൈൻഡിൽ? അതൊന്നും പറയാൻ പറ്റില്ല. അതും പറ്റില്ല. ശരി, സെറ്റിൽ ബേസിൽ എങ്ങനെയാണ് അത് പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. ഗുരുവായൂർ അമ്പലനടയിൽ സ്വീകരണം കൊടുക്കാൻ വേണ്ടിയിട്ട് സിജു സണ്ണി സാഫ് ബേർഡൊക്കെ പറഞ്ഞ് അവസാനം സ്വീകരണം പാളിപ്പോയി. പുള്ളി പടക്കമൊക്കെ ഞാൻ വരുമ്പോൾ ഭയങ്കര ഇൻട്രോ സെറ്റ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞു. അവർ ഇൻട്രോ എടുത്ത് പുള്ളി വീഡിയോയിലില്ല, ഇൻട്രോ വീഡിയോയില്ല. അതുപോലെ അവന്മാർ തന്നെയാണ് ഇതെല്ലാം പ്ലാൻ ചെയ്തത്, അവന്മാർ തന്നെയാണ് ഇതെല്ലാം പാളിച്ചത്. എന്നിട്ട് അതെല്ലാം എൻ്റെ തലയെ കൊണ്ടിടുകയാണ്. എനിക്കത് മനസ്സിലായി. അല്ല, നമ്മുടെ സെറ്റിൽ എന്നാ വെച്ചാൽ അവിടെ ആരും അങ്ങനെ ഒരു, എനിക്ക് വേണം നമ്മുടെ സെറ്റിന് അതൊരു ഡയറക്ടർ ആക്ടർ അങ്ങനെയൊന്നുമില്ല. ഒരു ഫാമിലി പോലെ വന്നു, അങ്ങ് അഭിനയിച്ചു, വർക്ക് ചെയ്തു, ഒന്നിച്ച് വർക്ക് ചെയ്തു, ഭയങ്കര കംഫർട്ടബിളായിട്ട് പോയി. ഇപ്പം കൂടുതലും ഇവർ എൻജോയ് ചെയ്ത് ജോക്കടിച്ചതെല്ലാം കോ ആർട്ടിസ്റ്റുമായിട്ടാണ്. കാരണം ഞാൻ ആസ് എ ഡയറക്ടർ ഞാൻ എൻ്റെ അവിടെ അവരിരിക്കുമ്പോൾ അവിടുന്ന് ഹോന്ന് ഇവർ ചിരിയേക്കാം. അപ്പോൾ ഇടയ്ക്ക് ഞാനിങ്ങനെ നോക്കും, സോ മിസ് ചെയ്തല്ലോ എന്നൊക്കെ അറിയിക്കും. പിന്നെ ചിലപ്പോൾ അവിടെ ചെന്ന് കൂടെ നിന്ന് എന്തെങ്കിലും കുറച്ച് നേരം കേൾക്കും. പിന്നെ നമുക്ക് ഇവിടെയാണല്ലോ ജോലി. അപ്പം രസമായിരുന്നു, ഫണ്ണായിരുന്നു. പിന്നെ ആസ് ആൻ ആക്ടർ വളരെ പങ്ക്ച്വലാണ്, പറയുന്ന കാര്യങ്ങൾ കറക്റ്റായിട്ട് വരിക നമ്മളോടത്. കാരണം ഒരു ഡയറക്ടറാണ്, അതിൻ്റെ ബുദ്ധിമുട്ടറിയാം. അപ്പം അതുകൊണ്ട് നമുക്ക് ഒരു തലവേദനയില്ലാതെ നമ്മളെ എല്ലാ രീതിയിലും കൂടെ വന്ന് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ആക്ടറാണ്. കാരണം മേ ബി അതിൻ്റെ ഒരു വലിയ കാരണം ഡയറക്ടറൂടെ ആയതുകൊണ്ടാണ്. മനസ്സിലായി? ഓക്കെ, സൂപ്പർ. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. നോണക്കുഴി ഒരു സൂപ്പർ ഹിറ്റ് പടമായി മാറട്ടെ. നാക്ക് പൊന്നാവട്ടെ. താങ്ക് യു സോ മച്ച്. താങ്ക് യു.